ഹലോ അമിഗോസ്, വെൽക്കം ടു സെക്കൻഡ് ഡേ ഇൻ പാരീസ്. ഞങ്ങൾ ഇന്ന് 25 ഡിസംബർ ക്രിസ്മസ് ദിവസമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ മ്യൂസിയംസും അങ്ങനെ അട്രാക്ഷൻസും ഒക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇവിടെ ഔട്ട്സൈഡായിട്ടുള്ള അട്രാക്ഷൻസിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കണം. 10 മണിയായോ? അപ്പോൾ നമ്മൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആർക്ക് ഡെ ട്രയംഫ്, ഇന്ത്യ ഗേറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണത്. അവിടെ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നോട്രെ ഡാം പാരീസ് ഒരു കത്തീഡ്രലാണ്. അത് ഒരു 7 വർഷം മുമ്പാണ്ട് തീ പിടിച്ച് നശിച്ച കത്തീഡ്രലാണ്. അത് റിനോവേറ്റ് ചെയ്തിട്ട് ഈയിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ ഇതായിട്ട് ഹോളി മാസും പിന്നെ റിസർവേഷനൊക്കെ ഉണ്ടെങ്കിലാണ്. ഫ്രീ റിസർവേഷനാണ്, പക്ഷേ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ പക്ഷേ എന്തായാലും പുറത്ത് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് കാണാം. ഹലോ അമിഗോസ്, അപ്പോൾ ആ കാണുന്നതാണ് ആർക്ക് ഡെ ട്രയംഫ്. ഈ മോണുമെൻറ്റ് ഇന്ത്യ ഗേറ്റ് പോലെ തന്നെ സോൾജേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു മോണുമെൻ്റാണ്. 1806 നെപ്പോളിയൻ്റെ കാലത്താണ് ആർക്ക് ഡെ ട്രയംഫിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. 20 വർഷങ്ങൾക്ക് ശേഷം 1836 ഇതിൻ്റെ പണി കഴിഞ്ഞത്. ഈ മോണുമെൻറ്റ് പാരീസിലെ തന്നെ ഏറ്റവും വലിയ ട്രാഫിക് സർക്കിൾ കൂടിയാണ്. 12 റോഡുകളാണ് ഇവിടെ നിന്നും പല ഡയറക്ഷനിലേക്ക് പോകുന്നത്. പാരീസിൽ വരുന്നവർ എന്തായാലും ഒരു തവണയെങ്കിലും വരേണ്ട സ്ഥലമാണ് ഈ ആർക്ക് ഡെ ട്രയംഫ്. ആർക്ക് ഡെ ട്രയംഫിൻ്റെ നേരെ മുന്നിലുള്ള സ്ട്രീറ്റിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്. ഇതാണ് പാരീസിലെ ഏറ്റവും ഫേമസ് സ്ട്രീറ്റ്. ലോകത്തെ തന്നെ മിക്ക ഫേമസ് ബ്രാൻഡുകളുടെയും കടകൾ ഈ സ്ട്രീറ്റിലുണ്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ലൂയിസ് വിറ്റൻ്റെ വരാൻ പോകുന്ന ഒരു ഹോട്ടൽ ആണ്. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ ആർക്ക് ഡെ ട്രയംഫിൽ നിന്ന് ഇത് അടുത്തൊരു സ്ഥലത്ത് എത്തിയിരുന്നു. ഇതിൻ്റെ പേരെന്തായിരുന്നു? ആ കാണുന്ന ഒരു സ്തൂപം കണ്ടു. അതാണ് പണ്ട് ഈജിപ്ഷ്യൻ കിങ് ഇവിടെ ഫ്രഞ്ച് ചക്രവർത്തിക്ക് സമ്മാനം കൊടുത്തൊരു സംഭവമാണ്. അതിൻ്റെ ചുറ്റുമായിട്ട് ഇപ്പോൾ ഒരു ഗാർഡൻ പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് മാർക്കറ്റാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ കാണുന്ന ഇതാണ് ഈജിപ്ഷ്യൻ കിങ് ഗിഫ്റ്റ് കൊടുത്ത ഒബ്ലിസ്ക്. ഒബ്ലിസ്ക് ഓഫ് ലക്ഷർ എന്നാണ് ഈ മോണുമെൻറ്റിൻ്റെ പ്രോപ്പറായിട്ടുള്ള പേര്. ഒരു കാലത്ത് ഈജിപ്തിലെ ലക്ഷർ ടെമ്പിളിൻ്റെ മുന്നിലുണ്ടായിരുന്നതാണ് ഈ ഒബ്ലിസ്ക്. 1829 ഈജിപ്ത് ഭരിച്ചിരുന്ന മുഹമ്മദ് അലി പാഷയാണ് ഈ ഗിഫ്റ്റ് ഫ്രാൻസിനായി കൊടുത്തത്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ഇതിന് ചുറ്റും ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നേരെ ഈ ഒബ്ലിസ്കിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലാണ് ഒരു ജാർഡിൻ. ഇവിടെ അതെ ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ കുറച്ച് റൈഡ്സും ഒക്കെ കാണാം. ടെമ്പററി ഇൻസ്റ്റാളേഷൻ ആവാനാണ് ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ജാർഡിൻ എന്ന ഫ്രഞ്ച് വാക്കിൻ്റെ അർത്ഥം ഗാർഡൻ എന്നാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗാർഡൻ കയറി അകത്തെത്തിയപ്പോൾ ഇവിടെ ഒരു ഫെറിസ് വീൽ കണ്ടു. ലണ്ടനിലുള്ള പോലെ സിംഗപ്പൂരിലുള്ള പോലെ ഇതാണ് പാരീസിലെ ഫെറിസ് വീൽ. ഈ ഫെറിസ് വീലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫിക്സഡ് ഫൗണ്ടേഷൻ ഇല്ല. ഇത് ട്രാൻസ്പോർട്ടബിൾ ആണ്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ലോകത്തെ പല മേജർ സിറ്റികളിലും ഇത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഫെറിസ് വീലിൻ്റെ അടുത്തെത്തിയപ്പോഴായിരുന്നു ഞങ്ങളിവിടെ അത്യാവശ്യം വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് കണ്ടത്. നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നടന്നു വന്നപ്പോഴാണ് ഞങ്ങൾ ഈ സംഭവം കണ്ടത്. ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പുറത്ത് Nicola mari. Nicola. Yeah.
Allez, go. Libre, monsieur. Allez, go. ക്രേസി ഫാബ്രിക്ക എന്നാണ് ഈ സംഭവത്തിൻ്റെ പേര്. നല്ല രസമായിരുന്നു. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും പറയാനില്ല. എന്നാലും യൂറോപ്പിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുള്ളത് വളരെ അത്ഭുതകരമായി തോന്നി. ഇങ്ങനത്തെ പല രീതിയിലുള്ള ആക്ടിവിറ്റീസും കൂടാതെ കുറേ ഫുഡ് ഷോപ്സും കഫേസും ഒക്കെ സൈഡിലുണ്ടായിരുന്നു. ഞങ്ങളൊരു മാക്രോണൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ മുന്നോട്ട് നീങ്ങി. എന്നാലും ഇവിടെ വന്നിട്ട് ക്രിസ്മസിൻ്റെ ഒരു വൈബ് അല്ലേ ശരിക്കും കിട്ടി അല്ലേ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് നമ്മളൊരു പ്രോപ്പർ ക്രിസ്മസ് മാർക്കറ്റിൽ പോകണം. നല്ല തിരക്കുണ്ട്, നല്ല ഗെയിംസ് ഉണ്ട്, ഫുഡ് ഉണ്ട്, ഏതായാലും ക്ലോത്ത്സ് ഉണ്ട്, എല്ലാം. നമ്മളാ കയറിയ ക്രേസി ഫാബ്രിക്ക, അപ്പോൾ അത് വല്ലാത്തൊരു സംഭവമാണ്. അതെനിക്ക് വീണ്ടും പോകാൻ തോന്നുന്നുണ്ട്. അങ്ങനെ ക്രിസ്മസ് മാർക്കറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ഫൈനൽ ഡെസ്റ്റിനേഷനിലെത്തി. ഇതാണ് നോട്രഡാം കാത്തഡ്രൽ. 800 വർഷം മുമ്പാണ് ഈ പള്ളി പണിതത്. പക്ഷേ 2019 പള്ളി തീപിടുത്തത്തിൽ നശിച്ചു പോയായിരുന്നു. ഈ കഴിഞ്ഞ ഡിസംബറിലാണ് പള്ളി വീണ്ടും സന്ദർശകർക്കായിട്ട് റീഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പള്ളി കാണാൻ നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ വലുതായതുകൊണ്ടും പിന്നെ ഞങ്ങൾ നടന്ന് ആകെ ടയർഡായതുകൊണ്ടും അകത്തേക്ക് തൽക്കാലം പോകണ്ടെന്ന് വെച്ചു. ഞങ്ങൾ പള്ളിയുടെ പുറത്തുള്ള കൊത്തുപണിയുമൊക്കെ കണ്ട് അങ്ങനെ നോക്കി നടന്നു. റിനോവേറ്റ് ചെയ്ത് റീഓപ്പൺ ആക്കിയെങ്കിലും പള്ളിയുടെ പണി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എടുത്താലോ? എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പാരീസിലെ 3-ാം ദിവസത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.